ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിലെ വെളിപ്പെടുത്തലുകളിൽ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനെതിരെ ബി.ജെ.പി. ദേശീയ നേതൃത്വം നടപടിയെടുക്കാൻ സാധ്യത. പ്രകാശ് ജാവദേക്കർ ദേശീയ നേതൃത്വത്തെ സമീപിച്ചു കഴിഞ്ഞു. രഹസ്യ ചർച്ചകളെപ്പറ്റി പുറത്തു പറയുന്നത് ഇനിയുള്ള ചർച്ചകളെ അത് കാര്യമായി ബാധിക്കുമെന്നാണ് പ്രകാശ് ജാവദേക്കറുടെയൊക്കെ അഭിപ്രായം. കേരളത്തിൻ്റെ ചുമതല ഒഴിയാൻ ജാവദേക്കർ താല്പര്യമറിയിച്ചതായും വിവരം ലഭിക്കുന്നു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ വളരെ രഹസ്യമായി നടത്തിയ നീക്കങ്ങളൊക്കെ തന്നെ ഇവരെ പോലെയുള്ള ശോഭാ സുരേന്ദ്രനെ പോലുള്ള തലമുതിർന്ന നേതാക്കൾ പുറത്തു പറയുക എന്ന് പറഞ്ഞാൽ ബി.ജെ.പിയുടെ പുതിയ നീക്കങ്ങൾക്ക് അരി നിന്നു കൊടുക്കാൻ ആളുകൾ തയ്യാറാകില്ല എന്ന യാഥാർത്ഥ്യം ദേശീയ നേതൃത്വം തിരിച്ചറിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗുഡ് മോർണിംഗ് എസ് കെ. മെയ് 7-ാം തീയതി സംസ്ഥാന ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്ന് പറയാം. കാരണം അന്നാണ് ഈ ഭാരവാഹി യോഗം, സംസ്ഥാന ഭാരവാഹി യോഗം നടക്കുന്നത്. 2 അജണ്ടയാണ്. ഒന്ന് തെരഞ്ഞെടുപ്പ് അവലോകനം, 2 ശോഭാ സുരേന്ദ്രൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ, അതേ തുടർന്നുള്ള പ്രശ്നങ്ങൾ. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഭാരവാഹി യോഗം ചേരുന്നത്. ഈ പ്രകാശ് ജാവദേക്കർ തന്നെ, പ്രഭാരി പ്രകാശ് ജാവദേക്കർ ഹൈദരാബാദിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദേശീയ നേതൃത്വത്തെ ഈ പ്രശ്നങ്ങൾ, ഇവിടെ നടന്ന പ്രശ്നങ്ങൾ മുഴുവൻ പ്രകാശ് ജാവദേക്കർ ധരിപ്പിച്ചു കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രനെതിരെയാണ് നിലവിലിപ്പോൾ പ്രകാശ് ജാവദേക്കർ ഈ ദേശീയ നേതൃത്വത്തെ സമീപിച്ചിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രനെതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. ഈ നടപടി ഉണ്ടായേ തീരൂ എന്ന ആവശ്യം നിലവിലിപ്പോൾ പ്രകാശ് ജാവദേക്കർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒട്ടനവധി സംസ്ഥാന ഭാരവാഹികൾ, നമ്മൾ സംസാരിച്ചവരിലടക്കം ഈ അതൃപ്തിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തൽ പാർട്ടിക്ക് ദേശീയ തലത്തിൽ തന്നെ അവമതിപ്പുണ്ടാക്കി എന്നാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. രഹസ്യ ചർച്ചകളെ പറ്റി പുറത്തു പറഞ്ഞത് തുടർന്നുള്ള ചർച്ചകളെ ബാധിക്കും എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നതും. നേതാക്കളുടെ വിശ്വാസ്യതയെ വെളിപ്പെടുത്തലുകൾ ദോഷകരമായി ബാധിച്ചു എന്നുകൂടി പറയുന്നുണ്ട്. ജയരാജൻ ജാവദേക്കർ ചർച്ച സ്ഥിരീകരിച്ച കെ സുരേന്ദ്രന്റെ നടപടിയിലും പ്രഭാരിക്ക് അതൃപ്തിയുണ്ട് എന്നാണ് പറയുന്നത്. ഇതിനൊരു പ്രശ്നമുണ്ട്. കാരണം ഈ പ്രഭാരിമാർ വരുന്നവരെല്ലാം തന്നെ സ്വന്തം നിലയിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് നേരത്തെ മുതൽ സംസ്ഥാന ഘടകത്തിന് ഒരു ആക്ഷേപമുണ്ട്. തങ്ങളെ കേൾക്കുന്നില്ല, തങ്ങളോട് ആലോചിക്കുന്നില്ല. ഈ ആക്ഷേപം അവർ നേരത്തെ ഉന്നയിച്ചതാണ്. അതിന് പ്രഭാരിക്കിട്ട് വെച്ച ഒരു പണിയാണോ ഇത് എന്നുള്ള കാര്യവും അവർ സംശയിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രകാശ് ജാവദേക്കർ സ്ഥാനമൊഴിയാൻ കൂടി ഒരു സന്നദ്ധത അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ തുടരാൻ താല്പര്യമില്ല കേരളത്തിൽ എന്ന കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള പുനഃസംഘടന വരെയേ അദ്ദേഹം ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കുന്നത്. പകരം നളിൻകുമാർ കട്ടീൽ അടക്കമുള്ളവരുടെ പേരാണ് പരിഗണനയിലുള്ളത്. എന്തായാലും ഒരു പൊട്ടിത്തെറി ബി.ജെ.പിയിൽ പ്രതീക്ഷിക്കാം. മെയ് 7 പ്രധാനപ്പെട്ട ദിവസവുമാണ്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. പ്രകാശ് ജാവദേക്കറെ പോലെ ഒരു ദേശീയ നേതാവ് നടത്തിയ നീക്കങ്ങളുടെ രഹസ്യങ്ങൾ മുഴുവൻ പുറത്തു പറഞ്ഞ ശോഭാ സുരേന്ദ്രനെതിരെ ദേശീയ നേതൃത്വം നടപടി ഉണ്ടാകും എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ അവർ LDFിലേക്ക് ചേക്കാർ ശ്രമം നടത്തിയെന്നും വാർത്തകളിൽ വന്നിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.